പ്രവാസി പുനരധിവാസ പദ്ധതി എന്ന പേരിൽ പ്രവാസികളിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തതായി പരാതി. കേരള സ്റ്റേറ്റ് റെസ്ലിംഗ് അസോസിയേഷന്റെ ഭാരവാഹി നിസാമുദ്ദീനെതിരെയാണ് ഒരു കൂട്ടം പ്രവാസികൾ പരാതിയുമായി എത്തിയത്. പോലീസിനും മുഖ്യമന്ത്രിക്കും കലക്ടർക്കും പരാതി നൽകിയതായി ഇവർ അറിയിച്ചു. ഗ്ലോബൽ കേരള പ്രവാസി വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയും കേരള സ്റ്റേറ്റ് റെസ്ലിംഗ് അസോസിയേഷന്റെ ഭാരവാഹിയുമായ കണ്ണൂർ സ്വദേശി നിസാമുദ്ദീനെതിരെയാണ് പരാതിയുമായി പ്രവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രവാസി ലോകത്ത് കഷ്ടപ്പെടുന്ന പ്രവാസികൾക്കും നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്കും പുനരധിവാസം ഉറപ്പാക്കിക്കൊണ്ട് 2017 മുതലാണ് നിസാമുദ്ദീന്റെ നേതൃത്വത്തിൽ നിജാമി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് നിക്ഷേപം സ്വീകരിച്ചത്. 110ഓളം വരുന്ന പാവപ്പെട്ട പ്രവാസികളിൽ നിന്ന് 3 കോടിയിലധികം രൂപ ഇത്തരത്തിൽ പിരിച്ചെടുത്തതായി പ്രവാസികൾ ആരോപിച്ചു. തുടർന്ന് ഇതിൽ 40 ലക്ഷത്തിൽ താഴെ നിക്ഷേപിച്ച് നിഫ്കോ എന്ന സ്ഥാപനം തുടങ്ങിയെങ്കിലും ഇതുവരെ നിക്ഷേപകർക്ക് ലാഭവിഹിതവും മുടക്കുമുതലും നൽകുന്നില്ല എന്ന് ഇവർ പറഞ്ഞു. മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വെച്ച പൈസയായിരുന്നു. 2.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു 10-12 പവൻ സ്വർണം വാങ്ങാനുള്ള പൈസയാണ് കൊടുത്തിരിക്കുന്നത്. അത് 2017 ഫസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ 8 വർഷം കഴിഞ്ഞു. ഇതുവരെയായിട്ടും ഇപ്പോൾ സ്വർണത്തിന് 75,000 രൂപയായി ഒരു പവൻ സ്വർണത്തിന്. അപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻവലിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. ആ ഒരു ഉറപ്പിൽ അങ്ങനെ പറഞ്ഞത് കാരണമാണ് ഞാൻ അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത്. ഇത്രയും കാലമായിട്ട് ലാഭവും ഇല്ല, മുതലും ഇല്ല. ഇപ്പോഴും ലക്ഷങ്ങൾ കമ്പനിയുടെ പേരിൽ പിരിക്കുന്നതായും ഇവർ ആരോപിക്കുന്നുണ്ട്. ഇപ്പോഴും പല ആളുകളിൽ നിന്നും കമ്പനി ഈ MD നിസാമുദ്ദീൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 45 ലക്ഷവും 25 ലക്ഷവും 10 ലക്ഷവും ഒക്കെ പലരും ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. വിഷയത്തിൽ കണ്ണൂർ SP-ക്കും മുഖ്യമന്ത്രിക്കും കലക്ടർക്കും പരാതി നൽകിയതായും നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും ഇവർ പറഞ്ഞു. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.